ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവി സങ്കടങ്ങളെല്ലാം മറന്ന് വീണ്ടും ഗോമതി സ്റ്റോറിലേക്ക് പോവാണ്. അവിടെ ചെന്ന് ബാലനോട് ഒക്കെ നല്ല സഹായമായിട്ട് അവിടെ നിൽക്കുക കേട്ടോ. ഈ സമയത്താണല്ലോ നമ്മുടെ അനുമോള് അലോകമായിട്ട് അങ്ങോട്ട് വരുന്നത്. ഒരു കടലമുട്ടയുടെ പേരും പറഞ്ഞ് അവർ ചെറുതായിട്ട് തർക്കിക്കുകയൊക്കെ ചെയ്തിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ദേവി അവിടെ പോയി നിൽക്കുന്ന കാരണം തന്നെ നമ്മുടെ ആനന്ദ് അറിയാം കേട്ടോ. ആനന്ദിനാണെങ്കിൽ തീരെ ഇഷ്ടാവുന്നില്ല. എന്തിനാടി നീ അവിടെ ചെന്ന് നിൽക്കുന്നത്? എൻ്റെ അച്ഛൻ്റെ കട കൂടെ ഇനി മുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നീ ചെല്ലുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവി സ്ഥിരമായിട്ട് ഇപ്പോൾ അവിടെ നിൽക്കുകയാണെന്നും കൂടെ ഉദയഭാനു അറിയുന്നുണ്ട്. അപ്പോൾ ഉദയഭാനു വിചാരിക്കുകയാണ്, എന്തായാലും ദേവി പതിയെ പതിയെ ഗോമതി സ്റ്റോറിലേക്ക് പോയി തുടങ്ങി. എങ്ങനെയെങ്കിലും കട നമ്മുടെ കൈക്കിലേക്ക് വരുത്തണമെന്ന് പണ്ടേ പറയുമായിരുന്നല്ലോ. ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ദേവിയെ എന്തെങ്കിലും കള്ളക്കഥ പറഞ്ഞ് മാറ്റി നിർത്തിച്ചിട്ട് കുറച്ച് പൈസയൊക്കെ അടിച്ച് മാറ്റാമല്ലോ. ഉദയഭാനു കരുതി കൂട്ടി അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. ചെന്ന പാടെ തന്നെ മോളോട് നല്ല രീതിയിൽ സംസാരിക്കുകയും സോപ്പിടുകയും ഒക്കെ ചെയ്യാണ്. അകത്ത് കയറി കടയിലേക്ക് കയറുന്നുണ്ട്. മോളെ, നീയാണോ ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കണമെങ്കിലും ദേവിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. അച്ഛൻ അത്ര ആൾ ശരിയല്ല എന്നുള്ളത് ദേവിക്ക് അറിയാമല്ലോ. പക്ഷേ ഉദയഭാനു കള്ളം തന്നെയല്ലേ. ഉദയഭാനു മോൾ നമ്മുടെ ദേവീനെ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞിട്ട് പുറത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. നീ അത് വാങ്ങിച്ചിട്ട് വാ, അതെടുത്തിട്ട് വാ. അങ്ങനെ ദേവി പോകുന്നില്ലെങ്കിൽ നിർബന്ധിച്ച് പുറത്തേക്ക് വിടുകയാണ്. ആ സമയം കൊണ്ട് നമ്മുടെ ഉദയഭാനു എന്താ ചെയ്യാന്ന് വെച്ചാലേ പെട്ടിക്കകത്ത് ഇടുന്ന കുറച്ച് ക്യാഷൊക്കെ അടിച്ച് മാറ്റുകയാണ്. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയ്ക്ക് വകയായി എന്നും പറയാം. അതിങ്ങനെ പറഞ്ഞിട്ട് പാവം ദേവി ഇത് അറിയണ പോലുമില്ല. അങ്ങനെ നമ്മുടെ ഉദയഭാനു അതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. അന്ന് രാത്രി തന്നെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പൈസ കുറവ് വരുവാണ്. ആ സമയം നമ്മുടെ ദേവിയെ തന്നെയല്ലേ എല്ലാവരും സംശയിക്കുള്ളൂ. ദേവി ആകെ പേടിച്ച് വറയ്ക്കാൻ കേട്ടോ. അച്ഛൻ ഇവിടെ ഇരുന്നത് കൊണ്ട് ഉറപ്പായിട്ടും ദേവിക്ക് അച്ഛനാണ് ഇത് എടുത്തതെന്നുള്ള ഉറപ്പ് തന്നെയാണ്. അതോടുകൂടി ആനന്ദ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആകെ പെട്ടു പോവുമല്ലോ. അന്ന് രാത്രി തന്നെ വീട്ടിലേക്ക് വരുമ്പോൾ ദേവി അച്ഛനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആദ്യമൊക്കെ ഉദയഭാനു ഒഴിഞ്ഞു മാറുകയാണെങ്കിലും ഉദയഭാനു കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. മോളെ, നീ അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ പോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നമ്മുടെ കയ്യിൽ 10 പൈസ വരുള്ളൂ എന്നൊക്കെ പറയാം. അപ്പോൾ ദേവിക്കും ദേഷ്യം പറഞ്ഞിട്ടുണ്ട്. ദേവി പറയാം, നിങ്ങളെന്നെ മുടിപ്പിച്ചേ അടങ്ങുള്ളൂ, എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ടേ അടങ്ങത്തുള്ളൂ എന്നൊക്കെ. പക്ഷേ കാശ് നഷ്ടം വന്നൊന്നും അറിയുമ്പോൾ തന്നെ വീട്ടിൽ ആനന്ദ് നല്ല ബഹളം ഉണ്ടാക്കുന്നുണ്ട് ദേവിയോട്. നീ തന്നെ ആയിരിക്കും അത് എടുത്തത്, അല്ലാതെ ആരെടുക്കാനാ? ചതിയും വഞ്ചനയും കള്ളത്തിലൊക്കെ നടക്കുന്നത് നീ തന്നെയല്ലേ. അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇപ്പോൾ പോയതെന്നൊക്കെ പറഞ്ഞ് ദേവിക്ക് മൊത്തത്തിലാകെ എല്ലാവരും നിന്ന് ഒരു വേദന ഉണ്ടാവുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സുകന്യയ്ക്ക് ഭയങ്കര കുശുമ്പ് വരികയാണ്. സുകന്യ നോക്കുമ്പോൾ സുകന്യ വീട്ടിലുണ്ട്. ഗോമതി സ്റ്റോറിൻ്റെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു അവകാശം ധർമ്മനും കൂടെ കൊടുത്തിട്ടുണ്ടെന്നാണ് ബാലൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആനന്ദിൻ്റെ ഭാര്യയായ ദേവിക്ക് അവിടെ ചെല്ലാമെങ്കിൽ പിന്നെ ധർമ്മേട്ടൻ്റെ ഭാര്യയായ സുകന്യയ്ക്ക് എന്തുകൊണ്ട് അവിടെ ചെന്നുകൂടാന്നുള്ളൊരു സംസാരം അവിടെ വരിക കേട്ടോ. അങ്ങനെ സുകന്യ ധർമ്മനോട് തന്നെ ആദ്യം അത് പറയാണ്. ദേവി എന്തിനാണ് ഇപ്പോൾ അവിടെ വരുന്നത്? ദേവി നേരത്തെ വന്ന് നിന്നിട്ടുള്ളതല്ലേ. അതുമാത്രമല്ല, ദേവിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ അവൾ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അവൾ അങ്ങോട്ട് വരുന്നത് അത് കടയ്ക്കും ഒരു ഉപകാരമാണ്. അങ്ങനെയാണെങ്കിലേ ദേവി മാത്രം ആക്കണ്ട, ഞാനും ഇവിടെ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കണത്. എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ, ഞാനും വരുന്നുണ്ട് അങ്ങോട്ട്. സുകന്യെ, കളിക്കല്ലേ നീ. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഞാനും വരും, എനിക്ക് വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കാട്ടോ സുകന്യ. അങ്ങനെ സുകന്യയും അതിൻ്റെ പേരിൽ ബാലൻ്റെ മുന്നിൽ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ആയിട്ടുണ്ട്. സുകന്യയും ഇപ്പോൾ കടയിൽ കൊണ്ടിരുത്തണമെന്ന് പറഞ്ഞ് വാശിയിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഗോമതിയാണെങ്കിൽ ഓരോ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അനുമോൾക്ക് അമ്മയെ കാണണമെന്ന് തോന്നുന്നുണ്ടല്ലോ. അനുമോൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അമ്മയെ അറിയിക്കാനും പറ്റുന്നില്ല. എന്നാൽ എല്ലാവരെയും ധിക്കരിച്ച് നാണം കെടുത്തി അനുമോൾ അപ്പുറത്തേക്ക് ഇറങ്ങിപ്പോയതിൻ്റെ ദേഷ്യം നല്ലപോലെ ഗോമതിക്കൊണ്ട്. ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും പുറത്തത് കാണിക്കുന്നില്ല. അങ്ങനെ അനുമോൾ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് ഗോമതി ആ സൈഡിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ. അനുമോൾ വന്നിട്ട് അമ്മയെന്ന് വിളിക്കുകയാണ്. ഒന്ന് സംസാരിക്കാനൊന്നും അതിൻ്റെ അപ്പുറം ഇപ്പുറം നിന്നിട്ടാണ്. അനുമോളെ കാണുന്നതും ആദ്യം നമ്മുടെ ഗോമതിയുടെ മനസ്സിൽ ചെറിയൊരു സന്തോഷം ഉണ്ടെങ്കിലും അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ പറ്റുമോ? മോളെ, ഇത്രയൊക്കെ നമ്മൾ ചതിച്ചതല്ലേ. എന്തിനാടി നീ ഇവിടെ വന്ന് നിന്നത്? അമ്മയൊന്ന് കാണാനാന്ന് പറയട്ടോ. എന്നെ കാണാനോ? നിനക്ക് അമ്മയോ? അമ്മ ഇങ്ങനെ ഒരാൾ നിനക്കില്ല. നിനക്ക് അമ്മയോ അച്ഛനോ കൂടപ്പിറപ്പോ ആരുമില്ല, എല്ലാവരും മരിച്ചുപോയി. അമ്മേ, അങ്ങനെയൊന്നും പറയരുതേ. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടടി നീ ഇപ്പം എൻ്റെ മുന്നിൽ നിന്നെ കാണാനായിട്ട് വന്നത്? നിനക്ക് നാണം ഉണ്ടോടി? കല്യാണത്തിലേന്ന് ഇതുപോലൊരു ഫ്രോഡിൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഞങ്ങളെല്ലാവരും നാണം കെടുത്തി. നിനക്കൊരു വാക്ക് ഈ വീട്ടിൽ പറഞ്ഞുകൂടായിരുന്നോടി? എന്നിട്ട് എല്ലാവരും ചോദിച്ചപ്പോൾ നിനക്ക് ഈ വിവാഹത്തിന് താല്പര്യമാണെന്ന് പറഞ്ഞല്ലേ നമ്മൾ മുന്നോട്ട് പോയത്. എന്നിട്ട് വന്നേക്കുന്നു അമ്മയെന്ന് വിളിച്ചുകൊണ്ട്. എൻ്റെ കണ്ണ് മുന്നിൽ നിന്നെ കണ്ടുപോകരുത്. എൻ്റെ ബാലേട്ടൻ്റെ മനസ്സ് നിന്നെ എത്രത്തോളം സ്നേഹിച്ചതാടി ആ മനുഷ്യൻ എന്നൊക്കെ ഇങ്ങനെ ഗോമതി പറയാനുട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറയാൻ, സത്യം എന്താണെന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മുടെ
അനുമോൾ നിൽക്കാട്ടോ. അനുമോൾ എന്ത് വന്നാലും പോകുന്നില്ല. അമ്മ എന്നോട് സംസാരിക്കണം, അമ്മ എന്നോട് മിണ്ടണം, എന്നോട് ദേഷ്യം കാണിക്കരുത്, ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണെന്നൊക്കെ പറയണമെങ്കിലും ഗോമതി അന്ന് വകവെച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ചെയ്തുകൊണ്ടിരുന്ന ബക്കറ്റും വെള്ളം തുണി എന്തോ അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വെള്ളത്തോടു കൂടി ബക്കറ്റോടു കൂടി ആ വെള്ളം അനുമോളുടെ പുറത്തേക്ക് കുത്തി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ പൊക്കോന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി അനുമോൾ സങ്കടവും ദേഷ്യവും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് അനുമോൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് വരുന്ന പ്രമോയിൽ കാണിക്കുന്നത്. ടീച്ചറുടെ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്